തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ പിടികൂടാനായില്ല. പ്രതിക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം കിട്ടി എന്നാണ് സംശയം. ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെ അണിയിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. വിയൂർ ജയിൽ പരിസരം കേന്ദ്രീകരിച്ച് വ്യാപക തെരച്ചിൽ നടന്നു. തൃശ്ശൂരിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർ പോലീസ് തിരച്ചിൽ നടത്തുന്നത്. തൃശ്ശൂർ നഗര പരിസരത്തും ഒപ്പം തന്നെ വിയ്യൂർ ജയിലിന്റെ പരിസരത്തും ഒപ്പം തൃശ്ശൂരിന്റെ ജില്ലാ അതിർത്തികളിലുമാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുന്നത്. എന്നാൽ ഇതുവരെയും ബാലമുരുകനെ കുറിച്ചുള്ള ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഉള്ളത്. രാവിലെ ഈ ഡോഗ് സ്ക്വാഡിലെ ജിപ്സി എന്ന നായ ഈ പ്രദേശത്തെ പരിശോധന നടത്തിയിരുന്നു. ബാലമുരുകന്റെ ചെരുപ്പ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ നായ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയത്. ഇതിനിടയിൽ നായ ഓടിക്കയറിയത് ഒരു സമീപത്തുള്ള പെട്രോൾ പമ്പിലേക്കാണ്. എന്നാൽ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ ഈ പോലീസ് സംഘം ശേഖരിച്ച് അത് പരിശോധിച്ചു. എന്നാൽ ഈ ബാലമുരുകന്റെ രൂപസാദൃശ്യമുള്ള ആളുകളെ ഒന്നും തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായുള്ളത്. പാലക്കാട് ഭാഗത്തേക്ക് ഈ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഭാഗം കേന്ദ്രീകരിച്ചുള്ള ജില്ലാ അതിർത്തികളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ബാലമുരുകൻ ഈ രക്ഷപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്നത് കറുത്ത ഒരു ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു. ഈ വസ്ത്രങ്ങൾ ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ഒപ്പം തന്നെ ഈ ബാലമുരുകൻ രക്ഷപ്പെടുമ്പോൾ നേരത്തെ 2 വട്ടവും സ്വീകരിച്ച ഒരു രീതിയുണ്ട്. കുറേ സമയം ഒളിച്ചിരിക്കുക, അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തെങ്കാശിയിലോ കോയമ്പത്തൂരോ ഉള്ള ഈ ബാലമുരുകന്റെ ഏതെങ്കിലും ഒളി സങ്കേതത്തിലേക്ക് രക്ഷപ്പെടുക. ഇതിനായി ഉപയോഗിക്കുന്നത് മോഷ്ടിച്ച ബൈക്കുകളാണ്. ഇത്തരത്തിൽ ഈ ബൈക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ അന്വേഷണ സംഘം ഈ പോലീസിനെ വിവരം അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ബാലമുരുകന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരച്ചിൽ ഇപ്പോഴും വ്യാപകമായി തുടരുകയാണ്. അതേസമയം ഈ തമിഴ്നാട്ടിലെ പോലീസ് സംഘം ഇപ്പോഴും തൃശ്ശൂർ തുടരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലും ഈ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.